വെസ്റ്റ് നൈൽ വൈറസിൻ്റെ കുറച്ച് കേസസ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ കൺഫേംഡ് ആയിരുന്നു. ടോട്ടൽ 5 കേസസ് ഇപ്പോൾ കൺഫേംഡ് ആണ്. 5 കേസസിൽ 4 കേസസ് ഓൾറെഡി നമുക്ക് ഒരു പ്രശ്നമല്ലാതെ തിരിച്ചു പോയി വീട്ടിലേക്ക്. ആൻഡ് ദർ ഇസ് 1 കേസ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. വെസ്റ്റ് നൈൽ വൈറസിലെ കേസസ് ഇതിൽ മുന്നേ കേരളത്തിലുണ്ടായിരുന്നു, കോഴിക്കോടിലുണ്ടായിരുന്നു, മലപ്പുറം, തൃശ്ശൂർ. ആൻഡ് ഇത് ഒരു പാനിക് പോലെ ഇപ്പോൾ സിറ്റുവേഷൻ ഇല്ല. കാരണം വെസ്റ്റ് നൈൽ വൈറസ് ഡെങ്കു തന്നെ ഇത് സിമിലർ സ്റ്റൈലിലെ ഒരു ഡിസീസാണ്. സിംറ്റംസും വളരെ സിമിലർ ആണ്. ആസ് യു നോ, ഹെഡ് ഏക്ക്, ഫീവർ, ബോഡി ഏക്ക്, പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസസിൽ കുറച്ച് എക്സ്ട്രാ സിംറ്റം വരും. ഇപ്പം ഒരു സസ്പെക്റ്റഡ് കേസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൺഫർമേഷൻ ആയിട്ടില്ല. വെസ്റ്റ് നൈൽ വൈറസിൽ ജനറലായിട്ട് ഞാൻ കുറച്ച് കാര്യത്തിൽ പറയാം. കാരണം ഇത് ഒരു വളരെ സീരിയസ് ഡിസീസ് പോലെ അങ്ങനെ ഇപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ ആവശ്യമില്ല. 80% ഓഫ് ദ വിക്ടിംസ് ഡു നോട്ട് ഹാവ് എനി സിംറ്റംസ്. ഏത് സിംറ്റംസ് അല്ലാതെ നമുക്ക് ജനറലി വെസ്റ്റ് നൈൽ വൈറസിലേക്ക് കേസ് വരും. പിന്നെ റെയർലി കുറച്ച് കേസസിൽ സിംറ്റംസ് കുറച്ച് എക്സസീവ് വരും. എക്സസീവ് ഒരു ന്യൂറോളജിക്കൽ സിംറ്റംസ് ആണെങ്കിൽ, ബോഡി ഏക്ക് ആണെങ്കിൽ, അങ്ങനെ കുറച്ച് കേസസ് നമുക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ജനറലി ഇത് വെക്ടർ ബോൺ ഡിസീസാണ്. മൊസ്കിറ്റോ പോലെ സെയിം ആസ് ഡെങ്കു സ്പ്രെഡ്സ്, സിമിലർലി വെസ്റ്റ് നൈലിൻ്റെ സ്പ്രെഡാണ്. ഓൾറെഡി നമുക്ക് എല്ലാ ജില്ലയിലെ ആക്ച്വലി ഈ കോഴിക്കോടിലും നമുക്ക് പ്രീ മോൺസൂൺ ക്ലീനിങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, നമുക്ക് ജനറലി ഏത് സ്ഥലത്തിൽ വെള്ളം സ്റ്റാഗ്നേഷൻ ആണെങ്കിൽ നമുക്ക് ജനറലി ഒരു ടെൻഡൻസി ഉണ്ട് ഫോർ മസ്കിറ്റോസ് ടു ബ്രീഡ്. അതാണ് നമുക്ക് ആദ്യമായിട്ട് എല്ലാ ജനങ്ങൾക്ക് അത് നോക്കേണ്ടി വരും. സോ ഹൈജീൻ ബേസ്ഡ് ഓൺ ദി ഡെങ്കു പാരാമീറ്റേഴ്സ് അത് നമുക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് എല്ലാ പഞ്ചായത്തിൻ്റെ ഹെൽത്ത് സ്ക്വാഡിലെ നമുക്ക് ഇത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു ദാറ്റ് പ്ലീസ് അത് ഹോട്ട്സ്പോട്ട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്യണം. ആൻഡ് ഈ പബ്ലിക്കിന് ഞാൻ അവരെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ദാറ്റ് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ അവിടെ വെള്ളമുണ്ട്, പിന്നെ റെഫ്രിജറേറ്ററിൽ ഒരു വെള്ളം ടാങ്കിൽ അതാണെങ്കിൽ ഒരു സസെപ്റ്റബിൾ ഹോട്ട്സ്പോട്ട്സ് ആണ്. പ്ലീസ് ഡു എ പ്രോപ്പർ ചെക്ക്. പിന്നെ നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഡിസ്ട്രിക്ട് വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അത് എല്ലാ സ്ഥലത്തിലും ഇപ്പോൾ നോക്കിയിട്ട് പോയി അവിടെ നോക്കി എന്താണ് സിറ്റുവേഷൻ, വെദർ ഇറ്റ് ഇസ് സ്പെസിഫിക് ടു ഒരു റീജൻ ആണോ, അങ്ങനെ ഇപ്പോൾ കൺഫർമേഷൻ ഇല്ല. ആൻഡ് വി ആർ നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് ഇറ്റ് വിൽ ബി ഒരു റീജൻ സ്പെസിഫിക് അങ്ങനെ ഉണ്ടാവില്ല. ഇത് വെക്ടർ ബോൺ ആണെങ്കിൽ, മൊസ്കിറ്റോസ് ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി റാൻഡം ഓൾസോ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്. ഡെങ്കു പോലെ അത് സിമിലർ സിറ്റുവേഷൻ ആണ്. നമുക്ക് കോഴിക്കോട് ജില്ലയിലെ സ്പെസിഫിക്കലി ഈ ഡെങ്കു, വെസ്റ്റ് നൈൽ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ, ദീസ് ആർ ഓൾ ഡിസീസസ് വിച്ച് വി ആർ സീയിങ് ഇപ്പോൾ കുറച്ച് ഇൻക്രീസ് ഉണ്ട്. വെസ്റ്റ് നൈലിലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 5 കേസസ് മാത്രമുണ്ട്. ഡെങ്കുവിലേക്ക് കുറച്ച് കേസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയിലെ കേസസ് ഉണ്ട്. ഇത് എല്ലാ കേസസ് ജനറലി വാട്ടർ ഷോർട്ടേജ് ഒരു ലിങ്ക്ഡ് ആണ്. കാരണം വാട്ടർ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കണ്ടാമിനേഷൻ ഒരുപാട് ചാൻസ് വരും. സോ ആ കണ്ടാമിനേഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാ പബ്ലിക്കിനും നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. PRD വഴി കൊടുത്തു. ഞാൻ എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യാം ദാറ്റ് പ്ലീസ് മെയിൻറ്റെയിൻ ബേസിക് ഹൈജീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു വാട്ടർ സോഴ്സസ് നമുക്ക് ക്ലീൻ ആവണം. എല്ലാ കുടിവെള്ളം വാട്ട് എവർ യു ആർ യൂസിങ് അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. വെസ്റ്റ് നൈലിൻ്റെ കാര്യത്തിൽ ഒരു സ്പെസിഫിക് ഒരു പാനിക് പോലെ ഇപ്പോൾ ആവശ്യമില്ല. ഇറ്റ് ഈസ് എ വെക്ടർ വൈറൽ ഡിസീസ് ജസ്റ്റ് ലൈക്ക് എനി അതർ വൈറൽ ഡിസീസ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ലിമിറ്റഡ് ആണ് ആൻഡ് വെരി സ്പെസിഫിക് ആണ്. സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ PHC ഡോക്ടർമാരുടെ പോയിട്ട് സംസാരിക്കണം. അവർ പറയാം എങ്ങനെയാണ് ഏത് മെഡിസിൻ ഉണ്ടാവും. ആൻഡ് സെൽഫ് ട്രീറ്റ്മെൻറ്റ് പ്ലീസ് ഡു നോട്ട് ഡു സെൽഫ് ട്രീറ്റ്മെൻറ്റ്. കാരണം ഇത് വൈറൽ ഡിസീസ് ആണെങ്കിൽ അൺനെസസറി യൂസ് ഓഫ് മെഡിസിനും ശരിയല്ല. നമുക്ക് ഓൾറെഡി 16 ഹെൽത്ത് ബ്ലോക്സിലെ ട്രെയിനിങ് കൊടുത്തിരുന്നു. എല്ലാ PHC ഒഫീഷ്യൽ ഡോക്ടറിനെ, അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്. സോ ഞാൻ ജനങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം कि ഏത് സിംറ്റം ആണെങ്കിൽ അത് ലോക്കൽ PHCയിൽ സംസാരിച്ചിട്ട് അത് കൺഫേം ചെയ്യണം. ആൻഡ് ദർ ഈസ് നോ നീഡ് ടു പാനിക് ആസ് ഓഫ് നൗ. കാരണം ഇത് ഡെങ്കു പോലെ നമുക്ക് കൺട്രോൾ ചെയ്യണം. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ വാട്ടർ സോഴ്സസ്, ഡ്രിങ്കിങ് വാട്ടറും എല്ലാം നമുക്ക് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. ഇപ്പം ആസ് ഓഫ് നൗ വി ആർ നോട്ട് എക്സ്പെക്ടിങ് എനി സീരിയസ് പ്രോബ്ലംസ് അറൈസിങ് ബിക്കോസ് ഇത് വൈറൽ ഡിസീസാണ്. ആസ് ഐ സെഡ് 80% കേസിലൊന്നും സിംറ്റംസ് അല്ല. സോ അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വൈറൽ ഡിസീസ് പോലെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം.
ഓക്കെ. സീരിയസ് പ്രശ്നമല്ല, ഇനിയിപ്പോലും ഏതെങ്കിലും മരിച്ച ആളുകൾക്ക് സംശയമുണ്ടോ? ഇപ്പം ഇങ്ങനെയില്ല. കാരണം ഇപ്പോൾ ഒരു കേസ് ഉണ്ട് വിച്ച് ഇസ് അണ്ടർ ട്രീറ്റ്മെൻറ്റ്, വെന്റിലേറ്ററിലാണ് ആ പുള്ളി. അതിൽ സാമ്പിൾ പോയി, അത് കൺഫർമേഷൻ വന്നതിന് ശേഷം നമുക്കറിയാം ഈ എസ്നയിലാണോ, പിന്നെ അത് സിംറ്റംസ് എന്തുകൊണ്ടാണ് അത് നമുക്ക് ഇപ്പോൾ അറിയില്ല. കാരണം വേറെ കോംപ്ലിക്കേഷൻ കോമോബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഡെത്തിൻ്റെ കേസ് ഇപ്പോൾ ഉണ്ടായില്ല. 5 പേരിൽ ഒരു 4 പേര് ഓൾറെഡി വീട്ടിൽ തിരിച്ച് പോയി, ഒന്നും പ്രശ്നമില്ല. അതെ, അവസാനിച്ചു. പിന്നെ ഒരു ആൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. അല്ല, അങ്ങനെയല്ല. ജനറലി നമ്മുടെ 3 കൺഫേം കേസസ് കോഴിക്കോട് കോർപ്പറേഷൻ തന്നെയാണ്, ഒരു നന്മന്ദയിലാണ്, ഒരു കൂടരണിയിലാണ്. സോ സ്പ്രെഡ് ഔട്ട് ആണ്. സോ ഇത് സ്പെസിഫിക് പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല വെദർ ഇറ്റ് ഇസ് ലിങ്ക് ടു ദിസ്. പക്ഷേ ജനറലി എല്ലാ പഞ്ചായത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലെ ഈ ഹോട്ട്സ്പോട്ട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ അത് ഡെങ്കുവിന് വേണ്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ക്ലീനിങ്ങും ബേസിക് ആക്ടിവിറ്റീസ്. വി ആർ എക്സ്പെക്ടിങ് കി ഏത് ഒരു സ്പെസിഫിക് ഏരിയ ആണെങ്കിൽ അവിടെ മെജോറിറ്റി ചാൻസസ് ഉണ്ട്. സോ വി ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദാറ്റ്. എവിടെ ഹോട്ട്സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീനിങ് വേണ്ടി വരും. യെസ്, പക്ഷേ സസ്പെക്റ്റഡ് കേസസ് മാത്രം. അത് വേറെ വേറെ ഏരിയാസിലേക്ക്. 3 പേര് ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിലാണ്, പിന്നെ ഒരു ആൾ നന്മന്ദ, ഒരു ആൾ കൂട്ടുകണ്ണിയിലാണ്. ഇല്ല, ഒരു നന്മന്ദ, ഒരു കൂട്ടുകണ്ണി. ഏത്? സോ നമ്മുടെ ഡിസ്ട്രിക്ട് വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അത് എല്ലാ സ്ഥലത്തിൽ പോയി അത് നോക്കി എന്താണ് അവിടെ സ്ഥലം, കുറച്ച് സ്പെസിഫിക്കലി ലൊക്കേഷൻ ഹോട്ട്സ്പോട്ട്സ് അല്ലെങ്കിൽ ക്ലീൻ അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ സ്ക്വാഡ്സ് എല്ലാ സ്ഥലത്തും പോയി. ആൻഡ് ഇത് ഏത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകും. നമുക്ക് ഫീൽഡ് സ്ക്വാഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ LSGD ലെവലിൽ അത് 2 സ്ക്വാഡ് ആക്റ്റീവാണ് ഈ കാലത്ത്. ഇപ്പം ഇല്ല, ഇപ്പം ഒരു കേസില്ല അല്ലേ? അത് ഡേറ്റ ഇപ്പോൾ ഇല്ല. ഉണ്ടായിരുന്നു അല്ലേ? ഐ ഡോണ്ട് തിങ്ക് സോ. അതല്ല, കാരണം ഒരു കേസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കോഴിക്കോട് ആളാണ്, വെങ്കേരിയിൽ. ഓക്കെ. സോ ഞാൻ പറഞ്ഞത് ഒരു പാനിക് പോലെ ഇപ്പോൾ ആവശ്യമില്ല. ജനറലായിട്ട് വൈറൽ ഡിസീസിലേക്ക് പോകണം. ബട്ട് പ്ലീസ് ഏത് സിംറ്റംസ് ഉണ്ടെങ്കിൽ PHCയിലേക്ക് സംസാരിക്കണം, ഡോക്ടറെ സംസാരിക്കണം. സെൽഫ് ട്രീറ്റ്മെൻറ്റ് വേണ്ട, അത് ഒരു പ്രോപ്പർ മെഡിസിൻ പോലെ വെക്കണം. കാരണം വൈറൽ ഡിസീസസിലെ ട്രീറ്റ്മെൻറ്റ് വളരെ ലിമിറ്റഡ് ആണ്. സോ പ്ലീസ് ഡു നോട്ട് സ്റ്റാർട്ട് ടേക്കിംഗ് മെഡിസിൻസ് ഓൺ യുവർ ഓൺ. അത് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനിലെ ശേഷം നമുക്ക് ചെയ്താൽ മതി. ആൻഡ് നമ്മുടെ എല്ലാ ഹെൽത്ത് ടീംസ് പിന്നെ LSGD ടീംസും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എല്ലാം റെഡിയാണ്. ഏത് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യാം. യെസ്, ഉണ്ട്. അത് ഐ തിങ്ക് സ്റ്റേറ്റ് ലെവലിൽ ഒരു ഡേറ്റ ഉണ്ട്. കിട്ടാറുണ്ടാവും അല്ലേ? ജനറലി ഇപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലേ? വെബ്സൈറ്റിൽ കുറച്ച് ഡീറ്റെയിൽ ഉണ്ടാവും. DSH വെബ്സൈറ്റിലും ഉണ്ട്. സോ ഇത് ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് A മാക്സിമം ആണ്. അത് നമുക്ക് ഇൻഫാക്ട് ഈ 2-3 ഡേയ്സ് ബിഫോർ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ. അത് സ്പെസിഫിക് ആയി ഡീറ്റെയിൽ ആയിട്ട് ഇത് സംസാരിച്ചു. ഹെപ്പറ്റൈറ്റിസ് A എന്തുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ കേസസ് ഉണ്ട്. ഇൻഫാക്ട് നമ്പേഴ്സ് ആർ വെരി ഹൈ ഹെപ്പറ്റൈറ്റിസ് എയിലെ. അത് സ്പെസിഫിക് റീസൺ എന്താ? അവർ കണ്ടാമിനേഷൻ കാരണം വാട്ടർ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവർ വേറെ സോഴ്സസിലേക്ക് നമുക്ക് വെള്ളം എടുക്കാം. സോ അതിന് നമുക്ക് പ്രോപ്പർ സേഫ്റ്റി ക്ലീനിങ് അല്ലാതെ ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഓൾ ദീസ് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അത് നോക്കണം.